ഓക്കെ, ഞാനത് ഗൂഗിൾ നോക്കി അങ്ങനെ പറയും. ഇതെങ്ങനെ മനസ്സിലായി? ഇതെങ്ങനെ അറിഞ്ഞു? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഗൂഗിൾ നോക്കി അങ്ങനെ പറയും. ഐ ഗൂഗിൾ ഇറ്റ്. ഈ ഗൂഗിളിൽ ആക്ഷൻ യു ക്യാൻ യൂസ് ഇറ്റ്. ഐ ഗൂഗിൾ ഇറ്റ്. ഈ ശരിക്കും ഡിക്ഷണറിക്കും ഈ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിക്ഷണറിയോ മറ്റേ തിരയുന്നതിന് ശരിക്കും ഒരു വാക്കുണ്ട്. ഡിക്ഷണറി നോക്കൂലേ? ഇപ്പോൾ ചെക്ക് ഡിക്ഷണറി എന്നൊക്കെ നല്ലതാണ്. ലുക്ക് ഇറ്റ് അപ്പ് ഇൻ ദ ഡിക്ഷണറി. ലുക്ക് ഇറ്റ് അപ്പ് പറഞ്ഞേ. ഐ ലുക്ക് ഇറ്റ് അപ്പ് ഓൺ ഗൂഗിൾ. ഞാൻ ഗൂഗിളിൽ തിരഞ്ഞു. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് എന്ന് പറയാം. ഗൂഗിളിൽ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ഇടാം. അപ്പോൾ ഈ എന്തെങ്കിലും ഡീറ്റെയിൽസിന് വേണ്ടി നമ്മൾ ഡിക്ഷണറിയോ മറ്റൊക്കെ തിരയുന്നതിനാണ് ലുക്ക് അപ്പ് എന്ന് പറയാം. എന്താണ് ലുക്ക് അപ്പ്? അപ്പോൾ ഞാൻ ഗൂഗിൾ നോക്കിയാൽ ഐ ലുക്ക്ഡ് ഇറ്റ് അപ്പ് പറഞ്ഞേ. ഐ ലുക്ക്ഡ് ഇറ്റ്, അതാണ് ലുക്ക്ഡ് ഇറ്റ് അപ്പ്. അപ്പം ഐ ലുക്ക്ഡ് ഇറ്റ് അപ്പ് ഓൺ ഗൂഗിൾ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. പറഞ്ഞേ ഐ എം സോറി, ഐ എം ഇൻ എ റഷ്. എവരിബഡി കം ഓൺ. ഐ എം ഇൻ എ റഷ്. ഞാൻ ധൃതിയാന്ന് പറയാം. ഐ മീൻ എ റഷ്. ഐ മീൻ എ റഷ്. ഐ മീൻ എ റഷ്. ഐ എം സോറി, ഐ മീൻ എ റഷ്. I must be off. I'm in a rush. But I'm in a rush. I'll be gone soon. ഞാൻ പെട്ടെന്ന് പോട്ടാ. I will go soon എന്ന് പറയാം. അതിനെക്കാട്ട് സിമ്പിൾ സ്പോക്കൺ സാധനമാണ്. അപ്പം I'll be gone soon. I'll be gone soon. ആക്ച്വലി I'm in a rush എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം I'm in a rush എന്ന് പറഞ്ഞാൽ I'll be gone soon. Yo. I'll be going എന്ന് പറയാം. എപ്പോഴും പറയാം I'll be going എന്ന് പറയാം. I'll go എന്ന് പറയാം. No, gone actually പറഞ്ഞ gone is gone. Come on everybody, gone is gone. Skip it. എന്താർത്ഥം? കഴിഞ്ഞാൽ വീടെന്നർത്ഥം. ഈ gone എന്ന് പറഞ്ഞാൽ ശരിക്കും പോയാന്നർത്ഥം, കഴിഞ്ഞാന്നർത്ഥം. അപ്പോൾ I will be happy എന്ന പോലെ തന്നെയാണ് I'll be gone. ഈ gone എന്നുള്ള വീട് അങ്ങനെ പോയാന്ന് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ അവനിവിടെ he's gone. I was gone early. ഞാൻ നേരത്തെ പോയി അങ്ങനെ പറയാം. ഗോൺ എന്ന് പറഞ്ഞാൽ തേർഡ് ഫോം ആണത് ആക്ച്വലി. പക്ഷേ ഗോൺ എന്നൊരു ഉപയോഗിക്കാം. പറഞ്ഞ ഐ എം ഇൻ എ റഷ്. ഐൽ ബി ഗോൺ സൂൺ. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഐൽ ബി ഗോൺ സൂൺ. ഐൽ ബി ഗോൺ സൂൺ. ഐൽ ബി ഗോൺ സൂൺ. ഐൽ ബി ഗോൺ സൂൺ. ഐ മീൻ എ റഷ്. Come on, gone is gone. Skip it. കഴിഞ്ഞത് വിടുന്നേ. Gone is gone അങ്ങനെ പറയാം. പറഞ്ഞേ gone is gone. Skip it. സ്കിപ്പ് ചെയ്യുന്ന പറയാറില്ലേ? ലീവ് ഇറ്റ് എന്നൊക്കെ പറയാം. Gone is gone. Come on, gone is gone. Skip it. അല്ലെങ്കിൽ ലീവ് ഇറ്റ് എന്നൊക്കെ പറയാം. കഴിഞ്ഞത് വിട്. I'm short of time. I'm short of time. I'll be gone soon. എനിക്ക് സമയമില്ല, ഞാൻ പെട്ടെന്ന് പോകും. എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ ഐ എം ഷോർട്ട് ഓഫ് ടൈം. മുദ്ര മാറരുത്. ഇത് സ്മോൾ അല്ല, ഷോർട്ടാണ്. ഓക്കെ, ഐ എം ഷോർട്ട് ഓഫ് ടൈം.